ഹലോ ഗൈസ്, ഈ ഇടയ്ക്ക് OTT മലയാളത്തിൽ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഓരോ പടത്തിനും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഒരു ലിസ്റ്റ് ഓഫ് പടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് മലയാളം മൂവീസിൻ്റെ എൻ്റെ അഭിപ്രായങ്ങൾ ഒറ്റ വീഡിയോ ചെയ്യാൻ അറിയില്ല ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം കണ്ടത് മധുവിൽ എന്ന് പറയുന്ന മൂവി, ഷറഫുദ്ദീൻ്റെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫൺ പടമാണ് ഈ പറഞ്ഞ മധുവിൽ. കൺസെപ്റ്റിൻ്റെ രസമുണ്ട്, അവർ ഉദ്ദേശിക്കുന്ന കോമഡി അത്യാവശ്യം വർക്കായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് തോന്നിയ ഒരു നല്ല മൂവിയായിട്ട് തോന്നി. ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും പടം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഒരു പടങ്ങൾ ഡർബി, എൻ്റെ പൊന്നി എന്ത് അലമ്പ് പടമാണ്, അത്ര ഫ്ലോപ്പ് എന്നൊക്കെ പറയില്ലേ. ഒരു കോമഡി പടമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ക്യാമ്പസ് കോമഡി മൂവീസാണ് അവർ ഉദ്ദേശിച്ചെങ്കിലും അസഹനീയമാണ് കണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടി. ആ പടത്തിന് തലവയ്ക്കാൻ ഞാൻ ഒരിക്കലും നിർമ്മിച്ചിട്ടില്ല. സോ നിങ്ങളൊരു വെറുതെ പോലും കണ്ടിരുന്നത് ഞാൻ പറയുന്നു. പിന്നെ കണ്ടത് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ താൻ കേസുകൾ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിലെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടെടുത്ത ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പടം അസാധ്യ മേക്കിംഗ്, അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അവരത് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയുണ്ട്. ക്യാമറയിൽ കുറേ ടെക്നിക്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. എനിക്ക് കുറേ കോമഡിയും ഡാർക്ക് കോമഡീസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതൊക്കെ കാര്യങ്ങളങ്ങ് ടോപ്പ് ലെവലിൽ ചെയ്തു എന്ന് പറഞ്ഞാലും ആ പടം തീരുമ്പോൾ നമുക്കൊരു വാവ് ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ആ പടത്തിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം അവർ എടുത്തു വെച്ചിരിക്കുന്ന രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്ന് പറയാനുള്ള കാരണം. എങ്കിലും നമുക്കൊരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമായിട്ട് തോന്നിയിരിക്കും. പിന്നെ കണ്ടത് ഇതായിരുന്നു ആശാൻ, അതെ, ഇന്ദ്രൻസ് മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ച ആശാൻ എന്ന് പറയുന്ന മൂവി. ഒരു നല്ലൊരു പടമാണ്. നമ്മുടെ ഗപ്പി മൂവി ഇറങ്ങിയ പോലെ ഇന്ദ്രൻസ് ആദ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പുള്ളിക്കാരൻ്റെ ഒരു അവിടെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കിട്ട ഒരു പടമായിരുന്നു ഈ പറഞ്ഞ ആശാൻ എന്ന് പറഞ്ഞ മൂവി. ഒരു നല്ലൊരു കുഞ്ഞു പടമാണ്, ഗംഭീര പടമൊന്നുമല്ല, സിനിമയ്ക്കുള്ള സിനിമ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ രസമായിട്ട് കുറച്ച് നമുക്ക് ഇമോഷണൽ ആയിട്ടൊക്കെ ഇത് കാണാൻ പറ്റിയ ഒരു ക്യൂട്ട് ഒരു നല്ല മൂവിയായിട്ട് എനിക്ക് തോന്നി ഈ പറഞ്ഞ ആശാൻ. പിന്നെ കണ്ടത് ദൃഢം, അതെ, ജിത്തു ജോസഫ് പ്രസൻസിൽ ഇറങ്ങിയ ഷെയ്ൻ നിഗർ നായകനായിട്ട് അഭിനയിച്ച ദൃഢം എന്ന് വേണം പടം. അത് തിയേറ്റർ റിലീസ് ആയിരുന്നു, എനിക്കതപ്പോൾ കാണാൻ പറ്റില്ല, OTT വന്നു. സോ അതൊന്ന് കണ്ടു. അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ്. ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ നല്ലൊരു പടമാണ്. നല്ലൊരു മേക്കിംഗ്, അത് ആക്ടിങ് ആണെങ്കിലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ക്ലൈമാക്സിൽ ഒരു ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീര ട്വിസ്റ്റ് എന്നൊന്നും പറയുന്നില്ല, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ പറഞ്ഞ ദൃഢം. പിന്നെ കണ്ടത് സുഖമാണ് എന്ന് പറഞ്ഞ് മാത്യുവിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പടം കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ്, പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് കാണിച്ചിരുന്ന രീതി, പിന്നെ അവരെ കൊണ്ടുപോകുന്ന കൺസെപ്റ്റ് ഒക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റാണ് അവർ പിടിച്ചിരുന്നത്. ഇപ്പം ജഗദീഷിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും പുള്ളിക്കാരൻ്റെ ഒരു സിറ്റുവേഷൻ ഇമോഷനൊക്കെ അത്യാവശ്യം വർക്കായിരുന്നു. പടം സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കും അതിലൊരു നായികയുടെ എൻട്രി ഉണ്ട്. പക്ഷെ നായികയുടെ ആ ഒരു എൻട്രിയും പുള്ളിക്കാരുടെ സ്റ്റോറിയും ഒന്നും നമുക്കങ്ങ് കൺവിൻസ്ഡ് ആവത്തില്ല. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഒരു ഒപ്പീരി ക്ലൈമാക്സ് ആയിട്ടൊക്കെ തോന്നി. പക്ഷേ ജഗദീഷിൻ്റെ പോർഷനൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലവണ്ണം കണക്റ്റായി, നല്ല വർക്കായിരുന്നു. ബട്ട് ഓവറോൾ വരുമ്പോൾ പടം കുറച്ച് ഇതൊക്കെയാണ് ഞാൻ കണ്ട പടങ്ങൾ. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയുക, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ദാറ്റ്സ് ഓൾ.